വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ ആനന്ദ് എഴുതിയിട്ടുള്ള ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലാണ്. ഗോവർദ്ധൻ്റെ യാത്രകൾ DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില 250 രൂപയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ കൊല്ലമായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ റീ എഡിഷൻ 2014 16 ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1997 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു നോവലാണിത്. ഇത് 1995 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വായിക്കുന്നത് രണ്ടാമത്തെ തവണയാണ്. പക്ഷേ എന്നാൽ തന്നെയും രണ്ടാമത്തെ തവണ വായിക്കുമ്പോഴും എനിക്കത് ഈസി ആയിട്ട് വായിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു നോവലാണ്. ഇത് ഭയങ്കര ആഴത്തിലും വളരെ ഗഹനത്തിലുമുള്ള ഒരു നോവലാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കഥകൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ജനാധിപത്യ രാജ്യത്തിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിലെല്ലാം നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം നീതി നിഷേധത്തിൻ്റെ കാര്യങ്ങളും നിരപരാധികളുടെ ദുരിതങ്ങളുമാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് എല്ലാ കാലഘട്ടത്തിലും നിരപരാധികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ മുറിവുകൾ എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെയാണ് എന്നുള്ളതാണ് നമുക്കിത് വായിക്കുമ്പോൾ. ഇന്ന് ഈ 2025 നമ്മളിത് വായിക്കുമ്പോൾ നീതി നിഷേധവും നിരപരാധികളുടെ അതായത് സാധാരണക്കാരൻ്റെ വേദനകൾക്ക് ഒന്നും ഒരു മാറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഇത് ഞാൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റില്ല. വളരെ ഗഹനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. അത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രം ആണ് പറയുന്നത്. ചരിത്രം മാത്രമല്ല, കുറച്ചൊക്കെ പുരാണങ്ങളും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു രീതിയിലാണ് അല്ലെങ്കിൽ നോൺ ലീനിയർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ഓർമ്മകളും അയാൾ കണ്ടുമുട്ടുന്ന ആൾക്കാരുടെ ചിന്തകളും പിന്നിട്ട് ആ കണ്ടുമുട്ടുന്ന ആൾക്കാർ അവരുടെ ചിന്തകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഇന്നൊരു രീതിയിലാണ് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ കണ്ടിട്ടുള്ള പുസ്തകങ്ങളുടെ എഴുത്ത് രീതിയോട് ഇന്നതുപോലെ അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പ്രത്യേക പുസ്തകമാണ്. ഇതുപോലെ ഈ പുസ്തകം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പോൾ ഇനി ഞാൻ ഇതിൽ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പം ഞാൻ ആദ്യം ഗോവർദ്ധൻ എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്. ഒരു ഹിന്ദി എഴുത്തുകാരനാണ്. അയാളുടെ പ്രഹസനം എന്നാണ് പറയുക. പ്രഹസനം എന്ന് പറഞ്ഞാൽ നാടകമാണ്. അപ്പോൾ ആ നാടകത്തിൽ ഉള്ള ഒരു അന്തർ നഗരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അയാൾ ആ നാടകത്തിനകത്ത് ഗോവർദ്ധൻ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാനിത് നീളം കൂടുകയാണെങ്കിൽ ഞാനിത് കട്ടുകളയും. എന്നാലും ഞാൻ പറയാം. അന്തർ നഗരിയുടെ കഥ ആദ്യം പറയാം. അന്തർ നഗരിയിൽ ഈ മഹന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്യാസിക്ക് 2 ശിഷ്യന്മാരാണ്, നാരായൺ ദാസും ഗോവർദ്ധൻ ദാസും. അങ്ങനെ ഈ മഹന്ത് ഈ നാട്ടിലേക്ക് വരികയാണ്, അന്തർ നഗരി. അവർ തീർത്ഥാടനം ചെയ്തിട്ട് ഭിക്ഷ യാചിച്ച് അങ്ങനെ ആൾക്കാർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജീവിക്കുന്ന ഒരു സന്യാസിയും 2 ശിഷ്യന്മാരുമാണ്. അപ്പം അങ്ങനെ അവർ ഇവിടെ വരുമ്പോൾ ഇവരോട് ഈ സന്യാസി കാട്ടിൽ ഇരുന്നിട്ട് ഇവരോട് പറയും, പോയി ഭിക്ഷ തണ്ടിയിട്ട് വരാൻ പറയും. അങ്ങനെ ഈ ഭിക്ഷ തണ്ടിയിട്ട് വരുമ്പോൾ ഗോവർദ്ധൻ ദാസും നാരായൺ ദാസും പോകുമ്പോൾ എല്ലാവരും കാശാണ് കൊടുക്കുന്നത്, സാധനങ്ങൾ കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ കാശായിട്ട് കൊടുക്കും. അപ്പം ഇങ്ങനെ ഗോവർദ്ധൻ ദാസും ഓരോ കടയുടെ ചെല്ലുമ്പം എല്ലാ സാധനങ്ങൾക്കും, അതായത് പഞ്ഞി തൊട്ട് സ്വർണത്തിന് വരെ ഒരേ വിലയായിട്ടുള്ള ഒരു നാട്. 1 രൂപയ്ക്ക് 1 സേർ എന്നുള്ളതാണ് പറയുന്നത്. 1 സേർ എന്ന് പറയുമ്പോൾ ഒരു കിലോൻ്റെ അടുത്ത് വലിയ ഒരു 93 ഗ്രാമോ അത്രയൊക്കെ അങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ആണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ എല്ലാ സാധനത്തിനും ഒരേ വിലയുള്ള ഒരു നാടാണ്. അങ്ങനെ ഭിക്ഷ കിട്ടിയ കാശ് കൊണ്ട് ഈ ഗോവർദ്ധൻ ദാസ് എല്ലാം ഈ മിഠായികൾ വാങ്ങിക്കുക. കാരണം എല്ലാത്തിനും ഒരു വിലയാണ്. അപ്പോൾ അങ്ങനെ അയാൾ മിഠായികൾ മേടിച്ചു. പക്ഷേ മഹന്തിനോട് ഇത് പറയുമ്പോൾ മഹന്ത് പറയും, എനിക്ക് ഈ നാട് മോശം നാടായിട്ടാണ് തോന്നുന്നത്, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയും. അങ്ങനെ നാരായണദാസും മഹന്തും എന്ന് പറഞ്ഞ ഗുരുവായിട്ടുള്ള മഹന്തും കൂടിയിട്ട് അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ ഗോവർദ്ധൻ ദാസ് പറയും, ആൾക്ക് ഈ നാട് ഇഷ്ടമായി, മിഠായി തിന്ന് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാലോ എന്നുള്ളതാണ്.
അങ്ങനെ ഈ ചോപ്പട്ട് രാജാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നീതിമാനായ രാജാവ് എന്നാണ് രാജാവിൻ്റെ വിശേഷം. പക്ഷെ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു രാജാവാണെന്ന് നമ്മൾ ആ അമർ ചിത്രകഥ, ഞാൻ അമർ ചിത്രകഥയാണ് വായിച്ചത്, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്ലു എന്ന് പറഞ്ഞിട്ടുള്ള അല്ലാതെ ഒരാൾ വന്നിട്ട് പറയും, എനിക്ക് ന്യായം വേണം, കല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ മതിൽ വീണിട്ട് എൻ്റെ ആടിൻ്റെ മുകളിൽ വീണിട്ട് എൻ്റെ ആട് ചത്തു, അപ്പോൾ എനിക്ക് ന്യായം വേണമെന്ന് പറയും. അപ്പോൾ ഈ കല്ലുവിനെ പിടിക്കുമ്പോൾ കല്ലു വന്നിട്ട് പറയും, മതിൽ മര്യാദയ്ക്ക് കെട്ടാത്തത് കൊണ്ടാണ് എന്ന് പറയും. അപ്പം അത് കോൺട്രാക്ടറിനെ വിളിച്ചിട്ട് വരും. അപ്പോൾ കോൺട്രാക്ടർ പറയും, ഞാനല്ല, അത് കുമ്മായം അടിച്ച ആളാണ്. അപ്പോൾ കുമ്മായം പറയും, അതിനകത്ത് ഒരുപാട് മര്യാദയ്ക്ക് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണെന്ന് പറയും. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന ആളെ പിടിച്ചിട്ട് വരും, പറയും അത് ഉണ്ടാക്കിയ, അതായത് ആ വെള്ളം ഒഴിക്കുന്ന പാത്രം ഉണ്ടാക്കിയ തുകൽ, അങ്ങനത്തെ ആളെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ അയാൾ പറയും, ഞാനല്ല, മറ്റേ ഇത് പറയാ നല്ല തുകൽ അങ്ങനത്തെ തരാത്തത് കൊണ്ടാണെന്ന് പറയും. അങ്ങനെ അയാളെ ഇതാക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ തെറ്റുകൾ ഞാനല്ല എന്ന് പറയും. അങ്ങനെ അവസാനത്തെ ആളെ പിടിക്കുമ്പോൾ അയാൾ പറയും, കോത്തുവാൽ എന്ന് പറഞ്ഞ ഓഫീസറാണ്. അപ്പോൾ ഈ കോത്തുവാൽ അവിടെ ഭയങ്കര ഈ ഇങ്ങനെ നമ്മളിപ്പോൾ പറയില്ലേ പോലീസുകാർ പെട്രോളിങ്ങിന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ, അതുപോലെ കോത്തുവാൽ പെട്രോളിങ്ങിന് പോയപ്പോൾ അതിൻ്റെ പ്രൗഢി കണ്ടിട്ട് ഞാൻ നോക്കി നിന്നത് പോയതുകൊണ്ടാണ് ഞാൻ നല്ല ഒരു തുകലോ അല്ലെങ്കിൽ അത് എന്താ കൊടുക്കാൻ എനിക്ക് പറ്റാഞ്ഞെന്ന് പറയും. അതിന് അവസാനം കോത്തുവാലിനെ പിടിച്ചുകൊണ്ട് വരും. കോത്തുവാൽ പറയും, ഞാൻ എന്താ പറയുക, എൻ്റെ ഡ്യൂട്ടിയല്ലേ ഞാൻ ചെയ്തത്, പക്ഷേ അയാളുടെ പത്രാസുകാരൻ എല്ലാവരും അയാളെ നോക്കി നിന്നത് കൊണ്ടാണ് അബദ്ധം വരുന്നത്. അപ്പോൾ രാജാവ് അപ്പോൾ ന്യായപരമായിട്ട് പറയും, നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ, നിങ്ങളതിനെ തൂക്കിക്കൊല്ലാന്ന് പറയും. അങ്ങനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കാനായിട്ട് വരുമ്പോൾ ഈ കയറ്, അതായത് ആരാച്ചാരുടെ കുടുക്ക്, അത് ഈ കോത്തുവാലിൻ്റെ കഴുത്തിന് പാകമല്ല. അങ്ങനെ ആ കഴുത്തിന് പാകമായിട്ടുള്ളത് നാട്ടുകാർ മുഴുവൻ, അതായത് ഈ ഭടന്മാർ മുഴുവൻ തിന്ന് പറ്റുമ്പോൾ ഇത്തിരി വണ്ണമുള്ള, അതായത് ഈ മിഠായി തിന്ന് സുഖിച്ച് ഗുണ്ടമണിയായിട്ടുള്ള ഗോവർദ്ധൻ്റെ കഴുത്തിന് അത് പാകമാവുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഞാൻ വായിച്ചിട്ടുള്ള അമർ ചിത്രകഥ അന്തർ നഗരി എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത്, ഈ പുസ്തകത്തിനകത്ത് ഗോവർദ്ധൻ മെലിഞ്ഞു എന്നുള്ളത് ആണ് ഇതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, അത് എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ വായിക്കുമ്പോൾ ശരിക്കുള്ള അന്തർ നഗരിയിൽ മിഠായി തിന്ന് വീർത്തുപോയ കഴുത്ത്, ആ കുടുക്ക് കഴുത്തിന് പാകമാവുന്നത് വീർത്തുപോയത് മീൻസ് അയാൾ മൊട്ടയായതുകൊണ്ടാണ്. ഇതിനകത്ത് പക്ഷെ പറയുന്നത് നേരെ തിരിച്ചാണ്. അപ്പം അങ്ങനെ ഉള്ള ഈ ഗോവർദ്ധൻ ദാസാണ്, കാരണം അയാൾ തടിച്ചുപോയി അല്ലെങ്കിൽ ആ കുരുക്ക് കഴുത്തിന് പാകമായതുകൊണ്ട് മാത്രം ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഗോവർദ്ധൻ ദാസിനെ ശിക്ഷിക്കാൻ വിധിച്ചത്. അപ്പോൾ ഏറ്റവും നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഗോവർദ്ധൻ ദാസിനെ. അങ്ങനെയാണ് ഈ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഈ ഗോവർദ്ധനെ സ്വന്തം നാടകത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചിറകൊടിഞ്ഞ കിണാവുകൾ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന അങ്ങനത്തെ, അതായത് എഴുത്തുകാരനും കഥാപാത്രവും കൂടി സംസാരിക്കുന്ന പോലെ. അപ്പോൾ ഈ ഗോവർദ്ധൻ ദാസിനെ ഇറങ്ങി വീണാണ്. അപ്പോൾ ഈ ഗോവർദ്ധൻ ദാസ് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുകയാണ്. അപ്പോൾ അയാൾ ഈ യാത്രയിൽ അയാൾ ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നുണ്ട്. ശ്രീശങ്കരാചാര്യനെ അങ്ങനെ ഈ ഗോവർദ്ധൻ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേരെ കാണുന്നു. കവി കാളിദാസനെ, അമർ ഖുസ്രു, മിർസ ഗാലിബ്, ഗൗതമ ബുദ്ധൻ, പിന്നെ പുരാണങ്ങളിൽ നിന്ന് ചിത്രഗുപ്തൻ, യമൻ, നചികേതസ്, അങ്ങനെ ഒരുപാട് പേരെ ഈ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഈ ഗോവർദ്ധൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് നീതി നിഷേധം, എന്താണ് നിരപരാധികളോട് ഉള്ള ഒരു സാധാരണക്കാരനോടുള്ള ഇങ്ങനത്തെ പ്രത്യേകത എന്താണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ മുഗൾ 3, 4, 5 ആ കാലഘട്ടങ്ങളിൽ ഉള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ, അതായത് അവരുടെ അധിനിവേശം, പിന്നെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ അധിനിവേശം, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് വന്ന് നിൽക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളും എല്ലായിടത്തും എന്താണ് പറയുന്നത്, ഈ ഒരു സാധാരണക്കാരൻ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് മുസ്ലിം ഹിന്ദുക്കളോട് തല്ലുകൂടാം, അങ്ങനെ ജാതിപരമായിട്ട് തല്ലുകൂടാം, എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരെ വേണമെങ്കിലും, കലാപകാരികൾക്ക് വേണമെങ്കിൽ, ഭരണത്തിലിരിക്കുന്നവർക്ക് വേണമെങ്കിൽ, എല്ലായിടത്തും ആർക്ക് വേണമെങ്കിലും ഉപദ്രവിക്കാം. പക്ഷേ ഇതിൽ നീതിയും ന്യായവും അല്ലാതാവുന്നത്, ഇതിലൊന്നും ഭാഗഭാക്കാവാത്ത, ഇതിലൊന്നും ഉൾപ്പെടാത്ത നിരപരാധികളായിട്ടുള്ള ആളുകളെ ദ്രോഹിക്കുമ്പോഴാണ് അതൊരു വലിയൊരു ചതിയായിട്ടോ അല്ലെങ്കിൽ ഒരു ദുരന്തമൊക്കെ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നത്. അത് ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ഇപ്പോൾ എന്ത് തരത്തിലുള്ള യുദ്ധം, ഇപ്പോൾ പലസ്തീനും ഗാസ ആയാലും റഷ്യയും ഉക്രൈൻ ആയാലും എവിടെയായാലും
ഭരിക്കുന്നവർ തമ്മിലുള്ളതായാലും അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ പേരിലായാലും എന്തിനായാലും ഇതൊന്നും അറിയാത്ത സാധാരണ ഇതിലൊന്നിട്ട് കുഞ്ഞുങ്ങളായാലും സ്ത്രീകളായിട്ടായുള്ളവരും അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരന്തപൂർണമായിട്ടുള്ള ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പുസ്തകത്തിനകത്ത്. ഇത് പുസ്തകം പറയുന്നത്, പിന്നെ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 3-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇന്നത്തെ കാലഘട്ടം, അതായത് ഇപ്പോൾ 97-ത്തെ കാലഘട്ടം വരെ നോക്കുക, 95-ത്തെ കാലഘട്ടം വരെ അത് പറയുമ്പോൾ അന്നുള്ളതുപോലെ തന്നെയാണ് ഇന്ന് 2025-ലും നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനൊരു മാറ്റങ്ങളില്ല. അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് ഇത് എഴുത്തുകാരൻ്റെ ആ ഒരു ബുദ്ധി, ആ ഒരു നോളജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പുരാണമായാലും ഇതിഹാസമായാലും അദ്ദേഹത്തിന് പിന്നെ ചരിത്രമായാലും എല്ലാ കാര്യങ്ങളും, അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ചോദിക്കും അക്ബറിൻ്റെ അച്ഛനാരാ, ഹുമയൂണിൻ്റെ അച്ഛനാരാ എന്നൊക്കെ ഞാൻ ഇപ്പോഴും ചോദിക്കും. എനിക്കറിയില്ല, അത് ഞാൻ അന്ന് പഠിച്ചിട്ടുമില്ല. എനിക്കത് വായിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു ഹിസ്റ്ററി ആയിരുന്നു അത്. നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ നോളജ് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. കാരണം അത്രയും കഥകൾ ഇങ്ങനെ പറഞ്ഞു വന്നു. പിന്നെ ഇതിനകത്ത് കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിലൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യക്കാർ വന്നിട്ട് നെയ്ത്തുകാരെ ഉപദ്രവിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് അവരോട് ഇത്ര ക്വാണ്ടിറ്റിയൊക്കെ ബൾക്കായിട്ടൊക്കെ ഇതാക്കും. എന്നിട്ട് ഇത് അവർ കൊണ്ടുപോയിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവർ ബ്രിട്ടീഷ് ലേബൽ അടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ തന്നെ അത് മേടിക്കുകയും നമ്മൾ തന്നെ അതിന് ടാക്സ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നെയ്ത്തുകാരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഷേധമായിട്ട് അവരുടെ തള്ളവരിൽ അവർ മുറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഈ തള്ളവര് മുറിച്ച് കളഞ്ഞിട്ട് ഇതിനകത്ത് അപ്പോൾ ആ നാട്ടിൽ എല്ലാവർക്കും തള്ളവരലില്ലാതെ, കുഞ്ഞു കുട്ടികൾക്ക് വരെ തള്ളവരലില്ലാതെയാണ് ജീവിക്കുന്നത്. അത് അവരുടെ പ്രതിഷേധമാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് കുറച്ചും കൂടിയും ഒരു സങ്കടം തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുമ്പാരൻ ദേവി പൂജയ്ക്ക് വേണ്ടിയിട്ട് ദേവിയെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഗംഗയിലും ഒഴുകി വരുന്ന ഈ വിരലുകളുണ്ടല്ലോ, ഈ ദേവിക്ക് അമ്പ് പിടിക്കുന്ന ശംഖ് പിടിപ്പിക്കുന്ന 4 കൈ 5 കൈയുള്ളതിൽ പിടിപ്പിക്കുന്ന എല്ലാ വിരലുകളും തള്ളവിരലുകളാണ്. കാരണം അത് നദിയിലൂടെ ഒഴുകി വരികയാണ്. അപ്പോൾ അതൊരു കുട്ടി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം തള്ളവിരലുകളാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഒഴുകി വരുന്നതിൽ നിന്ന് പക്ഷേ കുമ്പാരൻ, അതായത് ഉണ്ടാക്കുന്ന ആൾ പറയുന്നത് അത് ഒറിജിനൽ ആണല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിനകത്ത് മന്നു എന്ന് പറഞ്ഞ ഗോവർദ്ധൻ്റെ വളർത്തുമകളാണ്. അതായത് അയാളുടെ ചേട്ടൻ അലി ദോസ്തിൻ്റെ ഇതാണ്. അപ്പോൾ ഈ മന്നുവിൻ്റെ കാര്യം പറയാം. മന്നുവിനെ 10 വയസ്സിൽ, അതായത് സതിയുള്ള കാലഘട്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആരുമില്ലാതെ മരിക്കുമ്പോൾ, ഭാര്യ ഇല്ലാതെ മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പം മരിക്കുമ്പോൾ ഭാര്യയും കൂടി മരിക്കണം എന്നുള്ളതാണല്ലോ സതിയുടെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ ഈ 10 വയസ്സുള്ള കൊച്ചിനെ അനങ്ങാതെ കിടക്കുന്ന ഒരു ആളാണ്. അയാളുടെ ഭാര്യ ആവാനായിട്ട് കല്യാണം കഴിപ്പിച്ച് ഇവളെയും അത് ചിതയിലേക്ക് ഇടുക. അപ്പോൾ ആ ചിതയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി അവിടുന്ന് ഒരു ബട്ട്ലർ മീൻസ് ഒരു ഇംഗ്ലീഷുകാരൻ വന്ന് രക്ഷിച്ച്. അത് അന്ന് ഇതാണ് നമ്മളുടെ ദുരാചാരങ്ങളെ എതിർക്കുന്ന ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള പോരാട്ടവും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ അവസാനം മന്നുവിനെ ഉപേക്ഷിക്കുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് 10-11. പക്ഷെ അവളുടെ ആ ഒരു നോളജ്, അവൾ ഒരുപാട് പേർക്ക് താത്വികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഒരു അറിവ്, വിവരം എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇതിലത്തെ കഥാപാത്രങ്ങളൊക്കെ നമ്മളതിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന നമ്മുടെ ചിന്തകളെ, പക്ഷെ നമുക്ക് ഒരുപാട് ഫിലോസഫിയും കാര്യങ്ങളും, ഇതിപ്പോൾ ഫിലോസഫി പറഞ്ഞു തരുന്ന പോലത്തെ ഇങ്ങനെ പറഞ്ഞു തരികയല്ല. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കവി കാളിദാസൻ എന്ന് പറഞ്ഞു, പിന്നെ എഴുത്തുകാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിനകത്ത് ഉമ്രാവ് ജാവും വരുന്നുണ്ട്. അപ്പോൾ ഉമ്രാവ് ജാവിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ആൾ വരുന്നുണ്ട്. അപ്പോൾ ആൾ അങ്ങനെ ഒരു വേശ്യയെ പറ്റിയിട്ട് ഒരു വലിയ റിയൽ ആയിട്ടുള്ള കഥാപാത്രം. അപ്പോൾ ഈ ഉമ്രാവ് ജാവും ഗോവർദ്ധൻ രണ്ടും കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന അങ്ങനെ നമുക്ക് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ സാഹിത്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു നോളജ്, നല്ലൊരു അറിവും വിവരവും ഒക്കെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. 1997 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ
എഴുതിയ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന പുസ്തകം. നമ്മളിത് വായിച്ചിരിക്കേണ്ടതായിട്ടുള്ളൊരു പുസ്തകമാണ്. പെട്ടെന്നൊന്നും വായിച്ചു തീരാൻ പറ്റില്ല. ഞാൻ 2 ആഴ്ച കൊണ്ടാണ് 2ാമത്തെ പ്രാവശ്യവും ഞാൻ വായിക്കുന്നത്. അത്രയും സമയം എടുത്തിട്ട് വായിച്ച്. കാരണം ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി ആ ചരിത്രം അറിഞ്ഞുകൂടി വായിക്കുമ്പോൾ കുറേ കഥ നമുക്ക് മുമ്പ് അറിയാമെങ്കിലും നമുക്ക് ഇതിനകത്ത് കഥ എന്ന് പറയാനായിട്ട് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്നതാണ്. നമ്മളിതൊരു ലേഖനം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു ഹിസ്റ്ററി പാഠപുസ്തകം വായിക്കുന്നത് പോലെയൊക്കെയാണ് ഇതിനകത്ത് നമുക്കിത് വായിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.